സ്വാഭാവികമായിട്ടും കറക്റ്റ് ലൈനിലാണ് ഗവൺമെൻറ് പോയത് എന്ന് കോടതി വിധി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. കാരണം ഇതിനൊരു നല്ല ചരിത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ അവിടുത്തെ MLA ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച പ്രത്യേക പ്രമേയത്തെ തുടർന്ന് അടിയന്തരമായി നിയമമന്ത്രിയും വഖഫ് മന്ത്രിയുമായി കൂടിയാലോചന നടത്തി മുഖ്യമന്ത്രിയുമായി കാര്യം സംസാരിച്ചു. അതിനെ തുടർന്ന് ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാരും കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് അക്കാര്യത്തിൽ മുനമ്പം നിവാസികളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിക്കണം എന്ന ധാരണ തന്നെയായിരുന്നു റവന്യൂ വകുപ്പിനുണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 7/10/2022 അവിടുത്തെ തഹസിൽദാർ ഈ ആളുകളുടെ നികുതി മേടിക്കണം എന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് പ്രത്യേകമായി ഉത്തരവിട്ടു. 7/10/2022 ഉത്തരവിട്ടത്. ആ ഉത്തരവിനെതിരായി ഒരു സംഘം ആളുകൾ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് 7/10/2022 മുനമ്പം നിവാസികൾക്ക് നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന് അവസരമൊരുക്കിക്കൊണ്ട് വീണ്ടും തഹസിൽദാരിട്ട് ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. സിംഗിൾ ബെഞ്ച് സ്റ്റേ കൊടുത്തു. സിംഗിൾ ബെഞ്ച് സ്റ്റേ കൊടുത്തപ്പോഴും റവന്യൂ വകുപ്പിൻ്റെ ക്ലിയർ ആയിരുന്നു നിലപാട് സർക്കാരിൻ്റെ. റവന്യൂ വകുപ്പ് അക്കാര്യത്തിൽ അപ്പീലുമായി പോവുകയാണ്, റിവിഷനുമായി പോവുകയാണ് ഉണ്ടായത്. സിംഗിൾ ബെഞ്ചിൽ തന്നെ സിംഗിൾ ബെഞ്ചിൽ റിവിഷനുമായി പോയപ്പോൾ പിന്നെ ആ വാദം പൂർണ്ണമായി കേട്ട് റവന്യൂ വകുപ്പിൻ്റെ വാദം ശരിയാണെന്ന് കണ്ട് നേരത്തെ സ്റ്റേ ചെയ്ത നടപടി മോഡിഫൈ ചെയ്തുകൊണ്ട്, ആ വിധി മോഡിഫൈ ചെയ്തുകൊണ്ട് വീണ്ടും അവർക്ക് ടാക്സ് അടയ്ക്കാനുള്ള അവകാശം പുനഃസ്ഥാപിച്ച് ലഭ്യമാവുകയുണ്ടായി. സിംഗിൾ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി വീണ്ടും ഒരു സംഘം ആളുകൾ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലിന് പോയപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ അപ്പീൽ പരിഗണിച്ച് സ്റ്റേ കൊടുത്ത് സിംഗിൾ ബെഞ്ചിനോട് ഈ കോടതി ഈ കാര്യം പരിഗണിക്കാൻ ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വിവിധങ്ങളായിട്ടുള്ള തർക്കങ്ങളുണ്ടായപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ ഏതു വിധത്തിലും ലഭ്യമാക്കണമെന്നായിരുന്നു. വഖഫ് ബോർഡുമായും ബന്ധപ്പെട്ട ആളുകളുമായും AGയുമായും എല്ലാം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷൻ ഓഫ് എൻക്വയറീസ് ആക്ട് പ്രകാരം ഇക്കാര്യത്തിലെ നിജസ്ഥിതി അറിയാനും അതിൻ്റെ ജുഡീഷ്യൽ വെറ്റിംഗ് എന്ന വിധത്തിൽ ഇതിൻ്റെ സാധ്യതകൾ അറിയാനും വേണ്ടി CNRനെ ജസ്റ്റിസ് CN രാമേന്ദ്രനെ ഒരു കമ്മീഷൻ ആയി നിയോഗിച്ചു. അതിലും ചില ആളുകൾ കോടതിയിൽ പോവുകയുണ്ടായി. പക്ഷേ കോടതി കമ്മീഷൻ നിയമിച്ച നടപടി പൂർണ്ണമായിട്ടും ശരിയാണെന്ന് ഹൈക്കോടതി തന്നെ അഭിപ്രായപ്പെട്ടു. അതും സർക്കാരിൻ്റെ ഭാഗത്ത് ശരി ബോധ്യപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ കോടതിയുടെ വിധിയുണ്ടായത് നേരത്തെ 7/10/2022 എന്താണോ റവന്യൂ പറഞ്ഞത് അതാണ് ശരി എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാക്സ് മേടിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ടാക്സ് മേടിക്കാൻ അവസരം ഉണ്ടാകും. TR ആക്ടിൻ്റെ ഭാഗമാണ്, ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ആക്ടിൻ്റെ ഭാഗമാണ്, പോക്കുവരവ് ചട്ടത്തിൻ്റെ ഭാഗമാണ് പോക്കുവരവും ടാക്സും എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും വിധിയുടെ ധാരണയനുസരിച്ച് നമുക്ക് ടാക്സ് എടുക്കാനും പോക്കുവരവ് നടത്താനും ഒക്കെ അധികാരപ്പെടുത്താവുന്ന വിധത്തിലുള്ളൊരു വിധിയായിരിക്കും. കോടതി ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, അത് വഖഫ് ഭൂമിയല്ല എന്ന കണ്ടെത്തലാണിപ്പോൾ കോടതി നടത്തിയിട്ടുള്ളത്. SLP ചില ആളുകൾ പോയിട്ടുണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും ഇത് വഖഫ് ട്രിബ്യൂണൽ കൂടി കണ്ട് അവർക്ക് സ്ഥായിയായ അവകാശങ്ങൾ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് കോടതി വിധിയിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉള്ളതുകൊണ്ട് മറ്റൊന്നും വെളിപ്പെടുത്തുന്നില്ലെങ്കിലും അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കണം എന്ന റവന്യൂ വകുപ്പിൻ്റെ സർക്കാരിൻ്റെ അഭിപ്രായത്തിനുള്ള അംഗീകാരമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ള കോടതി വിധി. അതുകൊണ്ട് ആ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് വിചാരിക്കുന്നു. അല്ല, ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് നേരത്തെ പ്രഖ്യാപിച്ചാണ്, ഇപ്പോൾ പുതിയതായിട്ട് പറയുന്നതല്ല. അവിടുത്തെ 600-ലേറെ വരുന്ന കുടുംബങ്ങളെ ഒരു കാരണവശാലും അനാഥമാക്കില്ല എന്ന് നേരത്തെ തന്നെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഗവൺമെൻറ് ഒരു കാര്യം വളരെ അവധാനതയോടു കൂടിയാണ് കാണുന്നത്. ഏതു തരത്തിലാണ് ആ പ്രശ്നമെങ്കിലും അത് പരിഹരിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് തന്നെ നേരത്തെ പ്രഖ്യാപിച്ചാണ്. അതിൽ മാറ്റമുണ്ടാവില്ല. താൽക്കാലികമായ നികുതി അടയ്ക്കാനല്ല പറഞ്ഞത്, നികുതി മേടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നികുതി മേടിക്കുന്നതിന് താൽക്കാലവും അല്ലായ്മയില്ല. നികുതി മേടിക്കാനുള്ള ഇവരുടെ അവകാശം സ്വാഭാവികമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ആക്ടിൻ്റെ ഭാഗമാണെന്നുള്ളത് കൊണ്ട് പോക്കുവരവ് കൂടി നടത്താനുള്ള അവരുടെ അവകാശം അത് സ്ഥാപിച്ച് കിട്ടുക എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. അത് 7/10/2022 ഗവൺമെൻറ് തന്നെ പറഞ്ഞതാണ്. ഗവൺമെൻറ് പറഞ്ഞ കാര്യത്തിന് കോടതി അംഗീകാരം. അതിന് മുമ്പുണ്ടായിരുന്ന സ്റ്റേ തടസ്സങ്ങൾ മാറി, ഇപ്പോൾ അതിന് അംഗീകാരം കിട്ടി. അപ്പോൾ സർക്കാർ തീരുമാനത്തിനാണ് അംഗീകാരം കിട്ടിയത്. ഇനി ഭൂമിയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള തരമാണ് ഇനി നിശ്ചയിക്കേണ്ടത്. അതിൽ കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. CN രാമേന്ദ്രൻ കമ്മീഷൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതുമായി തെരഞ്ഞെടുപ്പിന് ശേഷം മാതൃകാ പെരുമാറ്റച്ചട്ടം എല്ലാം തീർന്നതിന് ശേഷം സർക്കാർ മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതുപോലെ ഒരാരെയും അനാഥമാക്കില്ല, അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു.
സമരസമിതി ഇന്ന് സമരം അവസാനിപ്പിക്കുന്നു. പക്ഷെ മറുതലക്കലിൽ ഒരു വിഭാഗം ആളുകൾ സംഘടിച്ച് വീണ്ടും സമരം തുടങ്ങുകയെന്ന് അറിയിക്കുകയാണ്. അതൊരു ചെറിയൊരു വിഭാഗമാണെങ്കിൽ മുനമ്പത്തെ മാത്രമല്ല, ഒന്നിനെയും ഒരു സാധാരണ മനുഷ്യൻ്റെയും ഒരു വിഭാഗത്തിൻ്റെയും അവകാശം സംരക്ഷിക്കാനുള്ള ഒരു പ്രവർത്തനത്തിലും രാഷ്ട്രീയ താല്പര്യം ഉണ്ടാക്കരുത്. അനാവശ്യമായ രാഷ്ട്രീയ താല്പര്യമാണ് ഇവിടെ കാണിച്ചുകൊണ്ട്. എന്തായിരുന്നു ഈ സമരത്തിൻ്റെ ലക്ഷ്യം? അത് ഈ അവകാശങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് CN രാമേന്ദ്രനെ അന്വേഷണ കമ്മീഷനായി നിയമിച്ചതിന് ശേഷം ജസ്റ്റിസ് CN രാമേന്ദ്രൻ്റെ അന്വേഷണ കമ്മീഷൻ്റെ ഈ തീരുമാനമുണ്ടായതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട സമരസമിതി അംഗങ്ങളോടെല്ലാം ഞങ്ങളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി സംസാരിച്ചു. അന്നവർ പറഞ്ഞിരുന്നൊരു പ്രശ്നം, ഞങ്ങളിതെല്ലാം ബോധ്യപ്പെടുന്നുണ്ട്, ഗവൺമെൻറ് എടുത്ത സ്റ്റാൻഡ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ടാക്സ് അടച്ച് തുടങ്ങാനുള്ളൊരവസരം കിട്ടുമ്പോഴാകാം നമുക്ക് ആ നടപടിക്രമങ്ങളിലേക്ക് കിടക്കാം, സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നവർ കണ്ടു. ആ നടപടിക്രമങ്ങളുമായിട്ട് പോകുമ്പോൾ തുടർച്ചയായിട്ട് സമരമിരിക്കലാണോ ലക്ഷ്യം, അതോ ഈ അവകാശം ലഭ്യമാകലാണോ എന്നുള്ളതാണ് പ്രശ്നം. മുനമ്പത്തെ ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ആരും തയ്യാറാകരുത്. അതവരുടെ അവകാശങ്ങൾ ലഭ്യമാകാനുള്ള ഒന്നാക്കി മാത്രം കാണണമെന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.